എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ കരയാറില്ല. ഇപ്പം പോലും എനിക്ക് കരയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ വീട്ടിൽ പോയി കരയായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ വിഷമിക്കുകയാണെന്ന് മറ്റൊരാൾക്ക് തോന്നാത്ത വിധത്തിലേക്ക് നമ്മൾ എത്തി. എനിക്ക് തീരെ വയ്യാതെ കിടന്ന സമയത്ത് എന്നെ നോക്കിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ. അന്ന് എൻ്റെ ആക്സിഡൻറ്റിൽ എൻ്റെ അമ്മയ്ക്കും പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. അപ്പോൾ അമ്മ ഐസിയുലായിരുന്നു. അപ്പോൾ ചേച്ചി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം റൂമിൽ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ വന്നിരുന്നത്. ഞാൻ 5 മാസമുള്ള എൻ്റെ മോനെയും കൊണ്ട് ദുബായിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചോരയിൽ പൊതിഞ്ഞ് വന്നാൽ മതി എന്ന് കേൾക്കുന്ന അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഡെലിവറിക്ക് കയറ്റുമ്പോൾ നോർമൽ പെയിൻ ആയിരുന്നു. അപ്പോൾ എന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞു സി സെക്ഷനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് വേണമല്ലോ. ശ്രീനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. സ്നേഹ ചിലപ്പോൾ ഉറക്കച്ചിരിക്കാറുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്ന് നല്ലൊരു ഫൺ മൊമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലർ ഉറക്കച്ചിരിക്കുമല്ലോ. അങ്ങനെ സ്നേഹ ചിരിക്കുമ്പോഴും ഇതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസിന്റെ എഫക്റ്റ് വരും. ഉറപ്പായിട്ട് വരും. കാര്യം നമ്മൾ അതേപ്പറ്റി ബോധമല്ല. അതാണ് ഞാനങ്ങനെ ചിരിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ഈ ചിരി കേട്ടിട്ട് ശ്രീകുമാറിന്റെ അഭിപ്രായം എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കാര്യം ഇപ്പം ഞാനും ശ്രീയും കാണുന്നത് മറിമായത്തിൻ്റെ ഷൂട്ടിലാണ്. അതെ. അവിടെയുള്ള എല്ലാവരും ഇപ്പോഴും 15 വർഷമായി മറിമായം തുടങ്ങിയിട്ട്. ഇപ്പോൾ 15 വർഷമായിട്ട് അതേ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു ഷോ പോകുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാളത്തിൽ നിന്ന്. മറ്റു ഷോസ് ഉണ്ടെങ്കിൽ പോലും ആർട്ടിസ്റ്റുകൾ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ 2 ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ 5 പേര് അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ ആ ടീം ഇപ്പോഴും ഉണ്ട് തുടക്കം മുതലുള്ള. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ടോ ഇതെന്ത് വട്ട വേണ്ടാണോ എന്ന്. പിന്നെ അവർക്ക് മനസ്സിലായി അല്ല അത് അങ്ങനെ തന്നെയാണ് ഇതാണ് ക്യാരക്ടർ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ശ്രീകുമാരൻ നമ്മള് ചിരിക്കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഈ ചിരിക്കൊടുക്കയുടെ ഈ ചിരി, അത് ആ ഒച്ച വെച്ചുകൊണ്ടുള്ള ഒരു ചിരി, അതൊക്കെ കേട്ടില്ലെങ്കിലായിരിക്കും ഇപ്പൊ ഒരു ബുദ്ധിമുട്ട്. അതെ അതെ. ചിരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് എന്താ ചിരിക്കാതെ. ഞാനിപ്പോ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയില്ലേ പല സ്ഥലങ്ങളിലും. അപ്പൊ അവരിൻ്റെ അടുത്ത് പറയും ഒന്ന് ചിരിക്കൂ. അപ്പൊ അതെങ്ങനെയാ അങ്ങനെ ചിരിക്കുക അതെനിക്ക് അറിയില്ല. നമ്മളെന്തെങ്കിലും ഒരു തമാശ ചിരിക്കുക. അപ്പൊ ഞാൻ പറയും എനിക്കത് അങ്ങനെ അറിയില്ല, സ്വിച്ച് ഇട്ടാ ചിരിക്കാൻ അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു തമാശ പറയാം അപ്പൊ ഞാൻ ചിരിക്കാന്നുകൊണ്ട് ചിരിക്കും. മോനെ ചിരി കിട്ടിയിട്ടുണ്ടോ? മോനാണ് ചിരി ഇങ്ങനത്തെ ശബ്ദമല്ലേ, പക്ഷെ നന്നായിട്ട് ചിരിക്കാണ്. ഓക്കെ. നമ്മള് പൊതുവെ എന്താ പറയാ, നമ്മളെ മലയാളികളെ ചിരിപ്പിക്കുക ചിന്തിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പല മുഖങ്ങളുണ്ട്. അതിൽ ഒന്നാണ് കൽപ്പന ചേച്ചി. കൽപ്പന ചേച്ചിയുടെ ഏത് ക്യാരക്ടർ എടുത്ത് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോഴും ചേച്ചി അത് ക്യാരക്ടർ ഒന്നും അല്ല, ചേച്ചിയായിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് തന്നെ നമുക്ക് മനസ്സിലാവും ചേച്ചി നമ്മളെ അതിനുള്ളിൽ തന്നെ. ചേച്ചിക്ക് എന്തൊരു ഹ്യൂമർ സെൻസ് ആണ്. ചേച്ചി ഇങ്ങനെ നമ്മളെ കുറേ ചിരിപ്പിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചേച്ചി നമ്മളെ കുറേ ചിന്തിപ്പിക്കുകയും ചെയ്യും. പലരും ഈ കൽപ്പന ചേച്ചിയുടെ പേര് പറയുന്ന പോലെ തന്നെ പറയുന്ന ഒന്നാണ് സ്നേഹ ശ്രീകുമാറിന്റെ പേര്. യെസ്, ഒരേപോലെ തന്നെ നമ്മളെയൊക്കെ ചിരിപ്പിക്കാനും. കാരണം സ്നേഹ ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടറുകളും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്, എന്തൊരു തന്മയത്വത്തോടെയാണ് ഓരോ ക്യാരക്ടറും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ ക്യാരക്ടർ കാണുമ്പം എനിക്ക് ജെനുവിനായിട്ട് ഒരിക്കലും എനിക്ക് സ്നേഹ അഭിനയിക്കുന്നതായിട്ട് തോന്നാറില്ല. ചില ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് ഏത് ക്യാരക്ടർ ആണെങ്കിലും ചിലരുടെ നമുക്ക് ഓക്കെ അത് അഭിനയമാണ് എന്ന് നമുക്ക് തോന്നും. ചിലരുടെ ഇത് കാണുമ്പോൾ ഇവരെങ്ങനെ ജീവിക്കണേ, ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ് അവർ, അങ്ങനെ തോന്നുന്നു. സ്നേഹം ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ എത്ര നാച്ചുറലായിട്ടാ. എന്ത് തന്നാലും ചീത്ത പറയണോ, കരയിപ്പിക്കണോ, അല്ലെങ്കിൽ ചിരിപ്പിക്കണോ, അല്ലെ ദേഷ്യപ്പെടണോ, എന്താണേലും വളരെ നാച്ചുറലായിട്ട് അത് ചെയ്യാനുള്ളൊരു കഴിവ്, അത് ശരിക്കും ഭയങ്കര ടാലന്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ്. അങ്ങനെ സ്നേഹ എന്തായാലും അതേപോലെ തന്നെ കൽപ്പന ചേച്ചിനെ നമ്മൾ പറയുന്ന പോലെ തന്നെ പറയുന്നതാണ് സ്നേഹ ശ്രീകുമാർ. ആ ഒരു കാറ്റഗറിയിൽ തന്നെ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. കാര്യം കൽപ്പന ചേച്ചി ഞാനും പരിചയമുണ്ട്, അടുത്ത് സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക്
ഭയങ്കര ഒരു റോൾ മോഡൽ പോലെയാണ്. കാര്യം അവർ ഓരോ ക്യാരക്ടറിനെ സമീപിക്കുന്നതും ഓരോ സമയത്തുള്ളൊരു ഒരു സെട്ടിൽ ആക്ടിങ് എന്ന് പറയില്ലേ, കണ്ണിലൊക്കെ കൊടുക്കുന്ന ചില സാധനങ്ങൾ, അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും കണ്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളത് വലിയ കാര്യമാണ്. അത് എന്താ പറയാ, സ്റ്റേജിലും നിങ്ങൾ ഒരുമിച്ച് സിനിമ കാര്യങ്ങളിലൊന്നും അധികം ചെയ്തിട്ടില്ല എന്ന് മാത്രം, പക്ഷേ സ്റ്റേജിലും ഇത്തരത്തിലുള്ള പെർഫോമൻസിലൊക്കെയാണ് ശരിക്കും ചേച്ചിയായിട്ട് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞു കൂടുതലായിട്ടും ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. കൂടുതലായിട്ടും പിന്നെ ചാനൽ ഷോസിൽ ഒരുപാട്, പിന്നെ ഷോസിൽ ഒരുപാട് വട്ടം ഒന്നിച്ചുണ്ടാവാനുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിനെ കൂടുതൽ നമ്മൾ അറിയുക, നമ്മൾ അവരുമായിട്ട് കൂടുതലും അടുക്കും അല്ലെ. അപ്പൊ നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് തന്നെ കൂടുകയാണ്. അപ്പൊ അതിലൂടെ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരേ കാറ്റഗറി പെർഫോം ചെയ്യാൻ വളരെ കാലിബർ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ. സോ നിങ്ങൾ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്കിങ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. അല്ല, ഞാൻ എപ്പോഴും ഇപ്പോൾ കൽപ്പന ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്നിച്ചുള്ള സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ കൗതുകത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ സംസാരിക്കും, ഒരുപാട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്കുണ്ട്. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ചിലത് അങ്ങനെയാണല്ലോ, അത് നമ്മളുടെ മാത്രമായിട്ടിരിക്കുന്ന ചില സംഗതികളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് പേരിൽ എനിക്ക് ഏറ്റവും മാനസികമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് കൽപ്പന ചേച്ചി. ഓക്കെ, കുറെ നല്ല ഓർമ്മകൾ ചേച്ചിയുടെ കൂടെ ഉണ്ട് അല്ലെ. നിങ്ങളിപ്പം നിൽക്കുന്നവര് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്യാരക്ടറിനെ എംഫസൈസ് ചെയ്താൽ നിങ്ങളുടെ ക്യാരക്ടർ മെച്ചപ്പെടണം എന്നുള്ളതല്ല, നിങ്ങളുടെ ഗ്രൂപ്പ് എഫേർട്ട് നല്ല രീതിയിലേക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റണം. അതൊരു യൂണിറ്റി ആണല്ലേ. ഇനി അതിലും നമുക്ക് പല ചർച്ചകളും വരാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ അത് ചെയ്താൽ ഇങ്ങനെ ആവില്ലേ അങ്ങനെ ആവില്ലേ എന്നുള്ള സംശയങ്ങൾ ഉറപ്പായിട്ടും ആക്ടേഴ്സ് ആകുമ്പോൾ അതുണ്ടാകും. പക്ഷേ ഞങ്ങളുടെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഞാനൊരു സംശയം ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്ത് തരാൻ എൻ്റെ കൂടെയുള്ള ആക്ടേഴ്സ് റെഡിയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പ് റെഡിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് നന്നാവും, കുറച്ചുകൂടി നന്നാവും. ഇനി വേറെ കാര്യമുണ്ട്, അവർ പറയുന്നത് കേൾക്കാൻ ഞാനും കൂടെ റെഡി ആവണം. തീർച്ചയായിട്ടും. ഇപ്പോൾ നിയാസ്ക അല്ലെങ്കിൽ മണിയേട്ടൻ അല്ലെങ്കിൽ റിയാസക്ക, വിനോദേട്ട ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പറയണേ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞാൽ പിന്നെന്ത് കാര്യം? അതെ, പിന്നെ അവർക്ക് പറയാനും തോന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മറിമായം ഗ്രൂപ്പ് എന്നല്ല ഏത് ഗ്രൂപ്പിൽ പോയാലും നമുക്ക് നിലനിൽക്കാൻ പറ്റും. പക്ഷെ വേറൊരു കാര്യമുണ്ട് സ്നേഹ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പരമ്പരയിലെ പോലും ഇത് വർഷങ്ങളായി തുടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. ഇതിലും വേറെയും സ്ത്രീമുഖങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലൊക്കെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് പല പല സാഹചര്യങ്ങളാൽ അവരൊക്കെ പലരും വന്നു പോയി അല്ലെ ചിലരൊക്കെ പോയി, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഇതുവരേക്കും മാറാതെ നിൽക്കുന്ന കുറച്ച് പേര്, അതിൽ വന്ന സ്ത്രീ രൂപത്തിൽ വന്നിരിക്കുന്നത് സ്നേഹ തന്നെയാണ്. അല്ല, അത് ഞാൻ തന്നെയാണ്. പിന്നെ ഈ വന്നു പോയി എന്ന് പറയുന്നത് അത് അവരുടെ സിറ്റുവേഷൻസ് ആയിരുന്നു. അതെ, പിന്നെ ചില തിരക്കുകള്, പിന്നെ പഠിക്കാൻ പോകല്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ, എൻ്റെ ആദ്യത്തെ ഒരു ടെലിവിഷൻ ഷോ ആണ് മറിമായം എന്ന് പറയുന്നത്. എന്നെ ആളുകളിലേക്ക് റീച്ച് ചെയ്ത ഷോ അതാണ്. അപ്പം ഒരിക്കലും അത് കളഞ്ഞിട്ട് പോവരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതൊരിക്കലും ഞാനവിടെ കോംപ്രമൈസ് ചെയ്ത് നിൽക്കല്ല. അതും ഞാൻ പറയാം, എനിക്ക് കൃത്യമായ അഭിപ്രായമുള്ള ആളാണ്. അവിടെ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ സാഹചര്യം ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെയും മാക്സിമം നന്നാക്കി കാണിക്കാനാണ് എൻ്റെ ടീമിലുള്ളവരും എൻ്റെ ഡയറക്ടറും എൻ്റെ ക്രൂവും ശ്രമിക്കാറ്. അപ്പോൾ പിന്നെ എനിക്ക് എന്താണ് പ്രശ്നം? എനിക്ക് പ്രശ്നമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് പല പല റോളുകൾ ചെയ്യണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരു സീരിയലിലാണ് ഞാൻ പോയിരുന്നെങ്കിൽ ഒരേ തരം ക്യാരക്ടർ തന്നെ എത്രയോ വർഷം അല്ലേ. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നവർ പറയുന്ന കേൾക്കാറുണ്ട്, ടൈപ്പ് കാസ്റ്റിംഗ് ആയി പോയി, ഞാൻ ഒന്ന് ചെയ്താൽ അത് തന്നെ കിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആ കാര്യത്തിൽ വളരെ ഭാഗ്യവതിയാണ്. ഞാൻ ഒരേ സമയം ഈ പറയുന്ന എൻ്റെ നായകന്മാരുടെ കൂടെ മകളായിട്ടും ഭാര്യയായിട്ടും അവരുടെ അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും അനിയത്തിയായിട്ടും ഒക്കെ ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പഠിക്കാനും കൂടുതൽ നന്നായിട്ട് വരാനും എന്നെ മറിമായം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഞാനത് മറിമായത്തിൽ സ്നേഹയ്ക്ക് ഇങ്ങനെ ഓരോ കഥാപാത്രം ഓരോ എപ്പിസോഡിലും ഓരോരോ കഥാപാത്രങ്ങളായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ തന്നെ ഒരു ചാലഞ്ചിങ്ങും ഒരു ത്രില്ലും ഒരു നമുക്ക് എക്സൈറ്റ്മെന്റും ഇഷ്ടമാണ്, മടുക്കില്ല. അതാണ് നമ്മളിപ്പോ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഇന്നും പോയിട്ട് അതന്നെ ചെയ്യണല്ലോ, പക്ഷെ ഇതല്ല, ഇന്ന് എന്തായിരിക്കും, അതെ, ഇന്ന് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവോ. എനിക്ക് ആ വിഗൊക്കെ വെച്ച ദിവസം എന്ത് സന്തോഷമായിരുന്നു അറിയാം. ആ മൊട്ടേച്ചിയുടെ വിഗൊക്കെ വെച്ച ദിവസം ഞാൻ വേറെ ആളായി പോയില്ലേ. പിന്നെ ഞാൻ മുത്തശ്ശിയായ ഒരു ദിവസം ഞാൻ അങ്ങനെ മുത്തശ്ശിയായിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുത്ത് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അമ്മ ഭയങ്കര കൗതുകമായിട്ട് നിന്റെ അമ്മൂമ്മയെ പോലെ തന്നെ ഉണ്ട്, അമ്മയുടെ അമ്മ അതുപോലെ ആയിരുന്നു അത്ര, അതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇത് ഭയങ്കര കൗതുകമായി, ഇന്ന് എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് മറിമായം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ അതിലുള്ള എല്ലാവരും നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ്. അവരെ ഒഴിച്ചു നിർത്തി നമുക്കൊരു ജീവിതം ഇല്ല. അതെ, ശരിക്കും അത് ഞാൻ നിയാസിക്കയുടെ തന്നെയാണ്. സിനിമ അല്ലെങ്കിൽ ഈ ഒരു മറിമായം അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാര്യങ്ങളിലേക്ക് വന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ കലയോടുള്ള ഒരു ആഗ്രഹം, അച്ഛൻ വായനയായിരുന്നു എന്ന് പറഞ്ഞു, വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും ഇത്തരത്തിലുള്ള കലകളോടുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ടാണോ, എങ്ങനെയാണ്? അല്ല, അത് അമ്മയുടെ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ അമ്മയുടെ വീടെന്ന് പറയുന്നത് ചേർത്തല പള്ളിപ്പുറമാണ്. അപ്പോൾ അവിടെ പള്ളിപ്പുറം ഗോപാലൻ നായർ എന്ന് പറഞ്ഞ ഒരു പ്രഗത്ഭനായ കഥകളി കലാകാരനുണ്ടായിരുന്നു. അപ്പോൾ ഗോപാലൻ മാമയുടെ കഥകളിയൊക്കെ കണ്ട് വളർന്നതാണ്. പക്ഷെ അന്നൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കില്ല, അങ്ങനെ വിടൊന്നുമില്ലല്ലോ. പക്ഷെ അമ്മയും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ. അപ്പം അന്നത്തെ കാലത്ത് മാത്സ് ടീച്ചറായിട്ട്, അതായത് ബാംഗ്ലൂരിൽ നിന്നാണ് അമ്മ BEd എടുത്തിട്ടുള്ളത് വിത്ത് സൈക്കോളജി അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ ടീച്ചറായ ഒരാളാണ്. അപ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് 2 പെൺകുട്ടികളെയും കൂടെ കിട്ടിയപ്പോൾ ആ ആഗ്രഹം മൊത്തം അങ്ങ് ഞങ്ങളിലേക്ക് ഇട്ട് തന്നു. അപ്പം ഇത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് എങ്ങനെ താല്പര്യം വന്നെന്ന് വെച്ചാൽ വളരെ ചെറുതിലേ തൊട്ട് നമ്മളെ ഇതൊക്കെ കൊണ്ടുപോയി കാണിക്കും. ഓട്ടംതുള്ളല്, കഥകളി, ചിലപ്പോൾ ഞാനൊക്കെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അത് നമ്മുടെ ഒരു റുട്ടീനായിട്ട് മാറി. ഇതൊക്കെ കാണുക, അപ്പൊ അതെ, അപ്പം ഉത്സവത്തിന് പോവുക, ഇതെല്ലാം കാണുക, കലാപരിപാടികൾ കാണുക, അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ വളരെ ചെറുതിലേ തൊട്ട് ഡാൻസ്, 5 വയസ്സിലാണ് ഞാൻ കഥകളി പഠിക്കുന്നത്. 8 വയസ്സായപ്പോൾ ഓട്ടംതുള്ളൽ തുടങ്ങി. അതൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഉണ്ട്. ഡെലിവറിയുടെ ആ ഒരു സമയത്ത് മാത്രമാണ് കഥകളി പെർഫോം ചെയ്യാതിരുന്നത്. തൊട്ടടുത്ത വർഷം ഞാൻ കഥകളി വീണ്ടും ചെയ്തു. അത് ഭദ്രകാളി കെട്ടിക്കൊണ്ടായിരുന്നു ചെയ്തത്. ഡെയിലി പ്രാക്ടീസ് ചെയ്യും? ഡെയിലി ഒന്നുമില്ല, മാഷ് വരുന്ന ദിവസം ചിലപ്പോൾ ചെയ്യും. അതല്ലെങ്കിൽ പ്രോഗ്രാമിനോട് അടുക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും മാഷ് അടുത്ത് പോയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. സിസ്റ്റർ ആണെങ്കിലോ? ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്, സൗവർണിക എന്നാണ് എൻ്റെ പേര്. അവിടെ ഇപ്പം ഡാൻസൊക്കെ ചേച്ചിയാണ് പഠിപ്പിക്കുക. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ സംഗീതനാടക അക്കാദമിയുടെ അഫിലിയേഷനോട് കൂടിയിട്ടാണ്. അപ്പം അവിടെ കഥകളി, പിന്നെ ചെണ്ട, തിമില, കൊമ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചേച്ചിയുടെ മോൻ ചെണ്ട വായിക്കും, ചെണ്ടമേളത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് കേദാർ ഇപ്പൊ ഭയങ്കര വീട്ടിൽ കൊട്ടിക്കൊണ്ട് നടക്കാണ്. അപ്പോൾ സ്നേഹയ്ക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ആർട്ട് ഫോംസിനോടൊക്കെ ഇത്രയും ഇഷ്ടം. ഓപ്പോസിറ്റ് സൈഡിൽ ശ്രീകുമാർ നല്ലൊരു ഗായകനാണ്. ഇപ്പം തൊട്ട് മുന്നേ ഒന്ന് പറഞ്ഞു പോയി ഞാൻ, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലേക്ക് പോയില്ല. ഡാൻസ് ചെയ്യുമെന്നൊക്കെ. ശ്രീയുടെ ടേസ്റ്റ് അപ്പം എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക്? അതായത് ആക്ച്വലി ആർക്കും അറിയില്ല, പുള്ളി ശരിക്കും കേരള നടനമാണ് ഡിപ്ലോമ പഠിച്ചത്. അതെ, കേരള നടനമാണ് പഠിച്ചത്. പക്ഷേ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം. മൈക്കിൾ ജാക്സന്റെ ഒരു അഡിക്റ്റാണ് ശ്രീ. അതുപോലെ ഡാൻസ് കളിക്കും, അതുപോലെ പാട്ടുപാടും, ഗിറ്റാറൊക്കെ തന്നെ വായിച്ച് പാടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കൂടുതൽ വെസ്റ്റേൺ ഇതാണ്, ഇവിടെ ഈസ്റ്റേൺ ആണ്. അവിടെ കോൺട്രാസ്റ്റ് ആയി തമ്മില്. ഓക്കെ. അപ്പം വീട്ടില് നിങ്ങൾക്കൊക്കെ പാട്ട് പാടിത്തരുമോ ശ്രീ? അതോ അതിലും പിശുക്കനാണോ? പാട്ടിങ്ങനെ പാടണം എന്നൊക്കെ പറയും, എന്നാലും പാടും. ഇപ്പൊ മോൻ ഉള്ളതുകൊണ്ട് മോന് വേണ്ടിയിട്ടൊക്കെ പാടും. എന്ത് ടൈപ്പ് പാട്ട് ശ്രീ പാടുന്നത്? കൂടുതലും മെലഡി ആണോ അതോ ഫാസ്റ്റ് നമ്പർ ആണോ അതോ മലയാളം കുറവാണോ? അല്ല, ഇംഗ്ലീഷ് പാട്ടുകളാണ് പുള്ളി കൂടുതൽ പാടുന്നതും കേൾക്കുന്നതും. പക്ഷേ മലയാളം പാട്ടുകളൊക്കെ നന്നായിട്ട് പാടും. പ്രത്യേകിച്ച് ദാസാറിന് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ദൈവം പോലെയാണ്. അപ്പോൾ ദാസാറിന്റെ പാട്ടുകൾ ഇങ്ങനെ കൂടെ ഇരുന്ന് കേട്ട് പഠിച്ച് കുറേ, ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ പഠിക്കും. എന്നിട്ട് വൈകുന്നേരം നമ്മളെ പാടിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ വീട്ടിലെപ്പോഴും ഒരു കലയുടെ ആ ഒരു വൈബും ഫീലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എപ്പോഴും. അതൊക്കെ ഉണ്ട്.
ഇത് ഞാൻ ആദ്യം ഇത് കേൾക്കാട്ടോ. മലയാളം ക്ലാസിക്കൽ അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ഒക്കെ പോലത്തെ പാട്ടിനോട് ഇത്ര സ്നേഹവും അതിന്റെ കൂടെ തന്നെ സെയിം ഇംഗ്ലീഷ് പാട്ടും മൈക്കിൾ ജാക്സണും അറബി സോങ് ഒക്കെ പെടും. ആഹാ. അറബി സോങ് പാടിയിട്ട് അവസാനം എൻ്റെ നിർബന്ധത്തിന് അത് നമ്മൾ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ടു. അപ്പൊ അല്ല, ഈ ഡാൻസ് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് മടി എന്താ? അവിടെയും ഈ മടിച്ചിട്ടുള്ള ഒരിതാണോ? അതെ, നമ്മളിങ്ങനെ മുന്തി കൊടുക്കണം. എന്നിട്ട് ഞാൻ നിർബന്ധം പറഞ്ഞിരിക്കുകയാണ്, പാട്ട് എന്തായാലും നമുക്ക് ശ്രീ എഴുതും, പാട്ട് എഴുതി ശ്രീ തന്നെ മ്യൂസിക് ചെയ്ത 2-3 പാട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനി അത് എന്തായാലും നമുക്ക് വിഷ്വൽ ചെയ്ത് പുറത്ത് വിടണം എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്താ മൾട്ടി ടാലന്റഡ് ആണല്ലോ. ഒരുപാട് നല്ല കഴിവുകളുള്ള ആർട്ടിസ്റ്റുകളാണ് ശരിക്കും അവ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ കാണുന്ന, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ആണോ? ഫ്യൂച്ചർ പ്ലാൻ എന്നൊന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാര്യം ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും എൻ്റെ ജീവിതം ആകാത്തത് കൊണ്ട് ആണോ? ഞാൻ വിചാരിച്ച സ്നേഹയ്ക്ക് പ്രോപ്പർ പ്ലാനിങ് കൂടി ലൈഫിൽ പോകുന്ന ഒരാളാണ്. അല്ല, ഞാൻ എൻ്റെ സാരിയുടെ സ്റ്റോർ തുടങ്ങുന്നത് ഒരു ദിവസം വൈകുന്നേരം എനിക്കിങ്ങനെ തോന്നാണ് സാരി കൊള്ളാം. അപ്പം ഞാൻ ആ സമയത്ത് ബാംഗ്ലൂർ എൻ്റെ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അവിടെ കുറച്ച് ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട്, ഇത് വെച്ച് പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ അപ്പം അതിനൊരു പേര് വേണമല്ലോ. അപ്പം പേരെന്തിടും? പേര് ഓസ്കി. കാര്യം എൻ്റെ പെറ്റാണ് ഓസ്കാർ, ബീഗിളാണ്. ഓസ്കി എന്നാണ് അവനെ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ അവനാണല്ലോ എൻ്റെ മൂത്ത മോൻ, അവൻ്റെ പേര് ഓസ്കി. അതാണ് എൻ്റെ സ്റ്റോറിൻ്റെ പേര്, ഓസ്കി ഡിസൈൻസ്. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അങ്ങനെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങനെ പോയാൽ ഇങ്ങനെ അതൊന്നുമില്ല. നമ്മൾ ഇന്ന് തോന്നുന്നു നാളെ ചെയ്യുന്നു. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും, പോട്ടെ, അടുത്തത് ചെയ്യുന്നു, ജയിക്കുന്നു, തോക്കുന്നു. പക്ഷെ എന്തായാലും എനിക്കങ്ങനെ വലിയ സങ്കടമൊന്നുമില്ല. ഇപ്പം യാത്രകളും അങ്ങനെ തന്നെയാണ്. ബാലി കൊള്ളാം, ബാലിയിലൊന്ന് പോകണം, അപ്പം തന്നെ നോക്കുന്നു, ബുക്ക് ചെയ്യുന്നു, പോകും. അങ്ങനെ എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആണ്? അല്ല, ലാസ്റ്റ് മിനിറ്റ് ആണ്. ശ്രീയും അങ്ങനെ തന്നെയാണോ? ശ്രീക്ക് അറിയില്ലല്ലോ, ഞാനല്ലേ പ്ലാൻ ചെയ്യണേ. ശ്രീയുടെ അടുത്ത് പറയും, ശ്രീ നാളെ നമ്മൾ ബാലി പോവുകയാണ്. ഓക്കെ, എല്ലാ പെട്ടി എടുത്തേക്കുന്നു, പോകും. അദ്ദേഹത്തിന്റെ ഷൂട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ പ്ലാൻ ചെയ്തോളൂ. അതെ. ഓക്കെ, പ്ലാനിങ്ങിന്റെ ആളെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്ത് കൊണ്ടുവരും, പുള്ളി യെസ് പറയും, നിങ്ങൾ ഒരൊറ്റ പോക്കാണ്. അപ്പൊ യാത്രകളാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമുള്ളത്. ശ്രീക്ക് ആക്ച്വലി ഇഷ്ടമല്ലായിരുന്നു. ശ്രീ പറയും എന്തിനാ പോയി വീട്ടിൽ കുത്തിയിരിക്കണ്ടേന്ന് ചോദിക്കും. പക്ഷെ പിന്നെ ഞാൻ ശ്രീയുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ശ്രീ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആലോചിച്ചതാണ്, ദൈവമേ ഈ സ്ഥലമൊന്നും കാണാൻ പറ്റില്ലല്ലോ ഇനി എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നതല്ലേ, അപ്പൊ നമ്മള് കാണണ്ടേ, നമ്മൾ ജീവിച്ച സ്ഥലം നമ്മൾ കാണണ്ടേ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശ്രീക്ക് സത്യത്തിൽ ശരിയാണല്ലോ അത് എന്ന് തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് വേറെ എന്തൊക്കെയാണ് സ്നേഹയുടെയും ശ്രീയുടെയും ഇഷ്ടങ്ങള്? യാത്ര ചെയ്യല് ആണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ മ്യൂസിക്, അതൊക്കെയാണ്. സൗഹൃദങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് പേരുണ്ടോ? ശ്രീക്ക് വളരെ കുറവാണ്, എനിക്ക് ഒരുപാട് പേരുണ്ട്. സത്യത്തിൽ ശ്രീയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആണ്. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും ശ്രീയുടെ ഫ്രണ്ട്സ് ആവുന്നത്. എല്ലായിടത്തും പോയി ആദ്യം ഹെഡ് ചെയ്യുന്നതും എല്ലാവരായിട്ടും പെട്ടെന്ന് എടുക്കുന്നതും സ്നേഹയാണല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതലും ശ്രീയുടെ ഫ്രണ്ട്സ്. ശ്രീക്ക് വളരെ കുറവ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ലൈഫിൽ ഇപ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ സ്നേഹ നിൽക്കുന്നുണ്ട്. സ്നേഹ പറയുന്നുണ്ട്, എൻ്റെ എഡ്യൂക്കേഷൻ എൻ്റെ ലൈഫിൽ നല്ലൊരു വെപ്പണാണ്. എനിക്ക് ഇന്നിപ്പോൾ നാളെ എനിക്ക് ഷൂട്ടോ കാര്യങ്ങളോ പ്രോഗ്രാംസ് ഒന്നും ഇല്ലേ പോലും എനിക്ക് എനിക്ക് ജീവിക്കാനുള്ള അതൊക്കെ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് ശരിക്കും താങ്ക്സ് ടു യുവർ പാരൻസ്. അത് അവർ ആ ഒരു ലെവലിലേക്ക് അത്രയും ബോൾഡായിട്ട് സ്നേഹനെ വളർത്തിക്കൊണ്ടുവന്നു. അതിനുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റം, നല്ലൊരു എഡ്യൂക്കേഷൻ. അല്ല, അമ്മയ്ക്ക് ഇപ്പോഴും ഇതിൽ പരാതി ഉണ്ട് കേട്ടോ. അതായത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, PhD നെറ്റ് അത് കംപ്ലീറ്റ് ചെയ്യാത്തതിൽ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ PhD അത് കഴിഞ്ഞ് ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ വർഷം വെറുതെ കളയാതിരിക്കാൻ വേണ്ടി MPhil ചെയ്ത് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. കാര്യം ഡോക്ടർ പറഞ്ഞു ദൂരത്തേക്ക് പോകണ്ട, അടുത്ത് എവിടെയെങ്കിലും വേണം, കാര്യം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത്. അങ്ങനെയാണ് MPhil ചെയ്യുന്നത്. MPhil ചെയ്ത് അവിടുന്ന് പിന്നെ PhDക്ക് കാലടി യൂണിവേഴ്സിറ്റി ചേർന്നതുമാണ് ഞാൻ. പക്ഷെ അപ്പോഴേക്ക് ഈ മറിമായം തുടങ്ങി നമ്മൾ കുറച്ച് തിരക്കായി. അപ്പം വേണമെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ PhD ഒക്കെ ചെയ്യുമ്പോൾ അത്രയും അതിന് അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ.
പക്ഷേ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പഠന കാര്യത്തിൽ. അതുകൊണ്ട് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്. ഓക്കെ. പൊതുവെ മറുമയത്തിൽ നിങ്ങൾ ഓരോ എപ്പിസോഡിലും ഓരോ ആഴ്ചകളിലും ഓരോരോ വ്യത്യസ്ത എന്താ പറയുക സ്റ്റോറി ലൈനൊക്കെ വേറെ വേറെ ആയിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ കാരണങ്ങളും അതും തമാശ രൂപേണ നിങ്ങൾ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രോഗ്രാമിലൂടെ. എന്നാൽ അതിനകത്തൂടെ എൻ്റെ ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക, അതിൻ്റെ നമ്മളെ കണ്ണു തുറപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അതാണ് നിങ്ങൾ ഇത്രയും 15 വർഷമായിട്ട് മറുമയത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ അവതരണ രീതി കൊണ്ടോ എന്തോ ആൾക്കാർക്ക് ഇന്നും മടുത്തിട്ടില്ല, ഇരുകൈയും നീട്ടി നിങ്ങൾ പറയുമ്പോൾ ശരിയാണല്ലോ ഇത്, അങ്ങനെ ചിലർ ചിന്തിക്കുക വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അറിഞ്ഞു പോയിട്ടുണ്ടാവും. ഇന്നിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇന്നിപ്പോൾ ബാക്കി ചാനലുകളിലൊക്കെ ആണെങ്കിലും കോമഡി സ്കിറ്റും കാര്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സെയിം ഇതേപോലെ തന്നെ ഓരോന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് അവർ അത് ചെയ്യാൻ നോക്കും. ചിലപ്പം ചിലതിലൊക്കെ ഒരു ഇന്റർ മീനിങ്ങോ ഡ്യുവൽ മീനിങ്ങോ ദ്വരാർത്ഥങ്ങളൊക്കെ ആൾക്കാർക്ക് വരും. പിന്നെ അശ്ലീല കോമഡികളൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വരിക. ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പോലും സ്നേഹയ്ക്ക് ഇത്തരത്തിലൊക്കെ ആൾക്കാർ ആ ഒരു എന്തും പറയാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ചിലരെടുത്തിട്ട് അങ്ങ് പറയുമല്ലോ, അങ്ങനെ അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഇപ്പം മറിമായം ചെയ്യുമ്പോൾ എന്താ അറിയോ, നമുക്ക് അത് ഭയങ്കര നിർബന്ധമാണ്. ചില വാക്കുകൾ വരുമ്പോൾ നമ്മൾ പറയും അത് പറയരുത്. അതായത് ഇപ്പം നമ്മൾ ഇംപ്രവൈസ് ചെയ്യാണല്ലോ, അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അറിയാതെ ചില വന്നു പോവാം, കട്ട് പറയും, അത് പറയരുത് എന്നുള്ളത് നമ്മൾ അപ്പം തിരുത്തും. പിന്നെ അത് പരമാവധി ഇല്ലാത്തത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കാണുന്നതാണ്. കുട്ടികളിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇവർ ഗ്രാസ്പ് ചെയ്യും പറയുന്നതും ചെയ്യുന്നതും ആക്ഷൻസും ഒക്കെ. അപ്പം അതുകൊണ്ട് നമ്മൾ കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് സംഗതി കുട്ടികളിലേക്ക് എത്തരുത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ സറ്റയറാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരരുത് എന്നുള്ളൊരു നിർബന്ധം നമുക്ക് എല്ലാവർക്കും അതിലുണ്ട്. പിന്നെ ഇപ്പം സ്കിറ്റുകൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ലൈവ് സ്കിറ്റുകൾ കളിച്ചു പോകുമ്പോൾ ഇതായിരിക്കാം ഒരു പക്ഷേ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അത് അവിടെ വെച്ച് കട്ട് ചെയ്ത് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ഒരു പക്ഷേ ഞാൻ വിചാരിക്കണു അതായിരിക്കും ഇങ്ങനെ ലൈവ് എടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കാതെ അങ്ങനെ ആവാം. പക്ഷെ നമ്മൾ ഇതിൽ കോൺഷ്യസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ പോലും എത്ര കോമഡി ആ രൂപേണ അത് അവതരിപ്പിച്ചാൽ പോലും നല്ല കാര്യങ്ങൾ മാത്രം പോണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അല്ലേ? അല്ല, മറിമായം ഇപ്പോൾ കോമഡി പരിപാടി എന്ന് പറയുമ്പോഴും ഞങ്ങൾ പറയും ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ അതിൽ പല നിയമങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ഗവൺമെൻറ് ഓഫീസിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ചില നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഇത്തരം സംശയങ്ങളൊക്കെ 8 മണിക്ക് സ്ക്രിപ്റ്റ് വായിച്ചാൽ ചിലപ്പോൾ 12 മണി വരെ ഈ സംശയ നിവാരണത്തിന് ഞങ്ങൾക്ക് പോകാറുണ്ട്. ഇപ്പോൾ ചില ഓഫീസിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, അപ്പോൾ വേറെ ഓഫീസിൽ വിളിക്കും. എന്ത് തന്നെ ആയാലും അത് ക്ലിയർ ചെയ്തിട്ടേ ആ എപ്പിസോഡ് മുന്നോട്ട് പോവുള്ളൂ. അത്രയും ശ്രദ്ധിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേൽ പറഞ്ഞ പോലത്തെ കാര്യങ്ങളോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നേ ഇല്ല. ഓക്കെ. സ്നേഹയുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. സ്നേഹയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും കൂടെ പറയൂ. കേൾക്കാൻ ഇഷ്ടമല്ലാത്ത, കാണാൻ ഇഷ്ടമല്ലാത്ത, നമ്മൾക്ക് പൊതുവെ എനിക്കത് വേണ്ട എന്ന് തന്നെ വേണ്ട എന്നും പറഞ്ഞ് മാറ്റി വെക്കുന്ന കാര്യങ്ങളും കൂടെ പറയും. എന്തൊക്കെയാണ്? ഇഷ്ടമല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു നെഗറ്റീവ് എനർജി തരണ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ വയ്യ എനിക്ക്. അതാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാൻ അതെപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറയുന്നതാണ്, ഞാൻ കേൾക്കാൻ റെഡിയാണ്. ഞാൻ കേൾക്കാൻ എപ്പോഴും റെഡിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ചിലപ്പം മിണ്ടാതിരിക്കുന്നവരുണ്ടാവും. അപ്പം ചിലപ്പം മിണ്ടാതെ 1 മാസം 2 മാസം ഒക്കെ ഇരുന്ന ആൾക്കാർ എനിക്കുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ഒരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ എവിടെന്നെങ്കിലും നമ്മൾ അറിയും അയാൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ എൻ്റെ ഒരു ഈഗോയും വിചാരിക്കാറില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കും. ഞാൻ വിളിക്കും. കാര്യം അതൊക്കെ എൻ്റെ മറ്റേ ആക്സിഡൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. എനിക്ക് തീരെ വയ്യാതെ കിടന്ന സമയത്ത് എന്നെ നോക്കിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്.
അന്ന് എൻ്റെ ആക്സിഡൻറ്റിൽ എൻ്റെ അമ്മയ്ക്കും പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. അപ്പോൾ അമ്മ ഐസിയുലായിരുന്നു. അപ്പോൾ ഈ ചേച്ചി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം റൂമിൽ. അപ്പം ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ വന്നിരുന്നതും. എനിക്ക് ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാമായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓട്സൊക്കെ മിക്സിയിൽ അടിച്ച് അങ്ങനത്തെ ഡെയില്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ കൊണ്ടു തന്നതൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. അപ്പം അതെനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ അത് പറയുന്ന ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം മിണ്ടാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അതിലൊന്നും വിചാരിക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ചെല്ലേണ്ട കാര്യമാണെങ്കിൽ ചെല്ലും. അങ്ങനെയാണ്. അതിലെനിക്കൊരു കുറവും തോന്നാറില്ല. എന്തിനാ അത് കുറവ് തോന്നുന്നത്? അതൊക്കെ ഗ്രേറ്റ് ക്വാളിറ്റിയാണ് സ്നേഹയുടെ. അല്ല, അതൊക്കെ അതിൽ നിന്ന് ഉണ്ടായതാണ്. അത് സത്യമാണ്. അതൊക്കെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരു മനുഷ്യന് വേണ്ട നല്ല ഗുണങ്ങളിൽ ഒന്നാണ് അതെല്ലാം. ഈ അഭിപ്രായങ്ങൾ എല്ലായിടത്തും തുറന്നു പറയാനുള്ള ധൈര്യമുള്ളൊരു കുട്ടിക്ക് ശത്രുക്കളും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അറിവിൽ അങ്ങനെ എനിമീസ് ഉണ്ടോ? എൻ്റെ അറിവിൽ എനിക്ക് അങ്ങനെ എനിമി എന്ന് പറഞ്ഞതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ആരെങ്കിലും എൻ്റെ ശത്രു എന്ന് പറഞ്ഞ് ഇരിപ്പുണ്ടാവും, ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും എല്ലാവർക്കും. പക്ഷെ ഇനിയിപ്പോൾ അവർ എനിമിയാന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ വിളിക്കും ചിലപ്പോ. അതിൽ ചിലപ്പോൾ പൊളിഞ്ഞും പോവും. അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെയും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ശത്രു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ ഞാൻ ചിലന്നല്ല, വളരെ റെയറായിട്ട് മാത്രമാണ് കട്ട് ചെയ്ത് വിടാറുള്ളൂ. അത് ഈ ഭയങ്കര നെഗറ്റീവ് തരണ അങ്ങനെ വിട്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇത്ര കാലത്തിനുള്ളിൽ എനിക്ക് ആകെ അങ്ങനെ ഒരു ഘട്ടം വന്നിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസി പീരീഡിലും ഈ ഡെലിവറി കഴിയും. നമുക്ക് എന്തറിയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട്, നമുക്കറിയാമല്ലോ, ഒരു ഹോർമോൺ ചേഞ്ചും നമ്മൾ മെൻ്റലി ഒക്കെ നമുക്ക് സപ്പോർട്ട് വേണ്ട സമയമല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഗതികൾ ഉണ്ടെങ്കിൽ ഞാനത് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതല്ലാതെ ഞാൻ എപ്പോഴും പാച്ചപ്പ് ചെയ്യുന്ന ആളാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ടോ? അല്ല, അത് ഇപ്പം അതിനൊന്നും അത് അങ്ങനെയാണോ എന്ന് പോലും ചിന്തിക്കാനുള്ള സമയം എനിക്ക് കൊടുക്കാറില്ല. മനസ്സിലായില്ല. ഞാൻ എന്നെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഹാപ്പി ആക്കാൻ ഞാൻ തന്നെ ശ്രമിക്കും. ഞാൻ 37ാമത്തെ ദിവസം ഷൂട്ടിന് പോയ ആളാണ്. എൻ്റെ മോനെയും കൊണ്ടാണ് ഞാൻ ഷൂട്ടിന് പോയത്. അവനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ, 37ാമത്തെ ദിവസം മറിമായത്തിനാണ് ഞാൻ പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ അന്നൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ഗർഭിണിയായിട്ട് എന്നെ പ്രസവിക്കാൻ വിട്ടതാണ്. തിരിച്ച് ഞാൻ കേദാറുമായിട്ടാണ് ചെന്നത് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തന്നെ എന്നെ ലൈവാക്കി നിർത്താൻ, അല്ലെങ്കിൽ എന്താ പറയുക, അതെ, ഇതൊന്നും ആലോചിക്കാതിരിക്കാൻ ഞാൻ തന്നെ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം അതെന്തുകൊണ്ട് അത് അങ്ങനെ കോൺഷ്യസ്ലി സ്നേഹനെ ഡൈവേർട്ട് ചെയ്യണത്? അതല്ല, ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റിക് അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് പോയാൽ സ്നേഹയ്ക്ക് പോലും സ്നേഹനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും. കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റിനുള്ളവരെ കുറ്റം കൊണ്ടല്ല, നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണോ അത്? ഞാനങ്ങനെ വിചാരിക്കണില്ല. ഒരു പക്ഷേ എൻ്റെ അമ്മ ചിലപ്പം അതിന് ശ്രമിക്കുമായിരിക്കും, അല്ലെങ്കിൽ ശ്രീക്ക് അറിവില്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എങ്ങനെ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇത് ഗർഭിണിയായി. ഇപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഭയങ്കര വയറുവേദനയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറാണ് അത് ഗ്യാസിൻ്റെ ആയിരിക്കും, ഒരു ഗ്യാസിൻ്റെ എന്തോ മരുന്ന് അടിക്കാമെന്നു. ശ്രീ എവിടെയും പോയിക്കായിരുന്നു. ഞാൻ ശ്രീനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, മരുന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്താണ് ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ആശ്വാസമായല്ലോ. പുള്ളി എവിടേക്ക് പോയിട്ട് അർദ്ധരാത്രി വന്നേക്കണു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ലേ? അത് അറിവില്ലായ്മയുടെ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഡോക്ടറായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയായിരുന്നു. സൂസൻ ഡോക്ടർ ഉണ്ടായിരുന്നു, പിന്നെ ആയുർവേദ ഡോക്ടറുണ്ട്, അഞ്ജന ഡോക്ടറോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും എന്നെ കറക്റ്റ് ഡയറക്ഷനിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ ആരുടെ ഹെൽപ്പ് വേണ്ട. എന്നെ നന്നാക്കാൻ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ മതിയായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ കുറേ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്, പർപ്പസ്ഫുള്ളി. ഓക്കെ. അപ്പം സെൽഫ് ലവ് ഉണ്ട് നന്നായിട്ട്. ഉണ്ട്. അതുണ്ടാവും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മരിക്കാൻ പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം തന്നെ വരും, ഉറപ്പായിട്ടും വരും. അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. ശരിക്കും അതൊന്ന് റിയലൈസ് ചെയ്ത് വരുമ്പോൾ
കാര്യം ഞാൻ അന്ന് വിചാരിച്ചിട്ടില്ല എനിക്ക് പിന്നെ കഥകളി കളിക്കാൻ പറ്റുന്നോ ഓട്ടംതുള്ളലിനും പാടാൻ പറ്റുന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. കാര്യം എനിക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് എറണാകുളം മെഡിക്കൽ ടെസ്റ്റിലേക്ക് എന്നെ സേലത്ത് നിന്ന് കൊണ്ടുവരുന്നത്. പിന്നെ എൻ്റെ നട്ടലിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നട്ടൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നായിരുന്നു മെഡിക്കൽ ടെസ്റ്റിൽ എന്ന് പറഞ്ഞത്. പക്ഷേ അത് എൻ്റെ ഭാഗ്യം കൊണ്ട് ലാലേട്ടനും അവരുടെ വലിയ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ലാലേട്ടൻ ഇടപെട്ട് നമ്മളെ ഒരു ആയുർവേദ അഗസ്ത്യയിലേക്ക് മാറ്റി. അവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു. എന്നെ ഒരുപാട് ഉഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നടന്നു തുടങ്ങിയത്. ആ നടക്കുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് കഥകളി കളിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ആ ചികിത്സ കൊണ്ട് ഞാൻ ഓക്കെ, ഞാൻ വീണ്ടും കഥകളി കളിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ശരിക്കും സന്തോഷം വരുന്ന ഒരു നിമിഷം. ഇനിയും ഇത്തരത്തിലുള്ള തിയേറ്ററുകൾ ചെയ്യാനും നാടകങ്ങൾ സത്യത്തിൽ ഞാനും ശ്രീയും കൂടെ ഒരു പ്ലേ ചെയ്തിരുന്നു. പ്രശാന്ത് നാരായണൻ, അതായത് ഛായാമൂവിയുടെ ഡയറക്ടർ പ്രശാന്ത് മാഷ് ചെയ്ത താജ്മഹൽ എന്ന് പറഞ്ഞ നാടകം. അത് സത്യത്തിൽ പിന്നെയും ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പ്രശാന്ത് മാഷ് പോയത്. പക്ഷേ ഇപ്പം വീണ്ടും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കുളൂർ മാഷിൻ്റെ നാടകങ്ങളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ശ്രീയും സുനിൽ സുഗതയും സുനിലേട്ടനും കൂടിയിട്ട് ടാർസം എന്ന് പറഞ്ഞ കുളൂർ മാഷിൻ്റെ നാടകം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ 2 പ്ലേയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 ദിവസത്തെ ഫെസ്റ്റ് പോലെയൊക്കെ നമുക്ക് വയ്ക്കാമല്ലോ. അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ കയ്യിൽ പല പല പ്ലാനിങ്ങോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡൗൺ ആയാലേ ഞാൻ തകരുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പല പരിപാടികളുണ്ട്, എന്ത് ചെയ്യാൻ ഞാൻ റെഡിയാ എപ്പോഴും. അതെ, അതിപ്പോ ആൾക്കാർ പറയുന്നത് അഹങ്കാരമാണ്. അതൊരിക്കലും എന്റെ കഴിവിലുള്ള അഹങ്കാരമല്ല, ഞാൻ മനസ്സുകൊണ്ട് റെഡിയാന്നേ. അത് കോൺഫിഡൻസ്. പല പണിയെടുക്കാൻ ഞാൻ റെഡിയാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി എനിക്കില്ല. എന്തൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയത്തോളം നിറയെ എന്തൊക്കെ നല്ല നല്ല ക്വാളിറ്റീസ് ആണ് സ്നേഹ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഈ ഒരു. അതൊന്നും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കണില്ല. ഞാൻ എന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, സ്നേഹം പറയുന്നതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടും എല്ലാം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് കേൾക്കുമ്പോൾ തോന്നുന്നത്. മാത്രമല്ല നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ താഴ്പുഴകളോ അല്ലെങ്കിൽ തിരിച്ചടികളോ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും ഓരോന്നും പഠിച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരാരുമില്ല. അപ്പോൾ ആ തെറ്റിൽ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മളത് മുന്നോട്ട് നല്ല രീതിയിൽ പോവാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതിലാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. സ്നേഹത്തിന് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു ലൈഫിൽ കിട്ടിയ തിരിച്ചടികളും അതിൽ നിന്നും സ്നേഹം എന്തൊക്കെ മാറ്റങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതേപോലെ നല്ല ചിരിച്ച മുഖത്തോടു കൂടി ഇതുപോലെ ഫുൾ ഓൺ ആയിട്ട് രാത്രി 3 മണിക്ക് വിളിച്ചാലും എന്ന് പറഞ്ഞല്ല. അതെനിക്ക് പറയുക, രാത്രി 3 മണിക്ക് കളിച്ചാൽ ഞാൻ എടുക്കും. കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ ഈ ഓൺലൈൻ സ്റ്റോറിന്റെ പാക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണത്. പിന്നെ ഇതിന്റെ വീഡിയോ എടുക്കണമല്ലോ. ഈ വീഡിയോ എടുക്കണമെങ്കിൽ രാത്രി 11:30-12 മണിയാണ്. കാര്യം എൻ്റെ 2 മക്കളും ഉറങ്ങണം. ഇല്ലെങ്കിൽ ഇവന്മാരെ അവിടെ കിടന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഒച്ചെടുക്കും. അപ്പൊ അത് വീഡിയോയിൽ വരും. അപ്പൊ ഞാൻ ഇവർ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് 11 മണിക്ക് 11:30-ക്കൊക്കെ റിംഗ് ലൈറ്റ് വെച്ച് എൻ്റെ മൊബൈലിൽ സെൽഫി ക്യാമറ വെച്ചിട്ട് മുടിയൊക്കെ ചീവി കണ്ണൊക്കെ എഴുതിയിട്ട് ഹായ് എന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അത് രാത്രിയിലാണ്. അത് അത്ര ലേറ്റ്. അത് കഴിഞ്ഞിട്ടാണ് പാക്കിങ്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉറക്കം. അപ്പൊ ഞാൻ ഓണാണ്, ഫുൾ ഓണാണ്. അപ്പൊ എപ്പോഴാ കിടക്കുന്നത്? കിടക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ സമയമൊന്നുമില്ല, ഓർഡർ അനുസരിച്ചിരിക്കും. എത്ര എണ്ണം പാക്ക് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച്. എന്നാലും ഒരു 3 മണി 2 മണി 2 മണി ചില ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ഒന്ന് പാക്ക് ചെയ്യും. പിന്നെ ചില ദിവസം കുറച്ച് ബാക്കി വെച്ചിട്ട് വെളുപ്പിന് എണീറ്റിട്ട് പാക്ക് ചെയ്യും. ഇവർ എണീക്കുന്നതിന് മുമ്പ് ഇവര് എണീറ്റാ പിന്നെ ഒന്നും നടക്കില്ല. രണ്ടും കുസൃതി കൊടുക്കുകയാണ്, നടക്കുകയില്ല അല്ലേ? അപ്പൊ എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാനുള്ള അതൊക്കെ ഒരു എന്താ പറയുക, എഗെയിൻ അണ്ടർ ഒരു ക്വാളിറ്റിയാണ്. എന്തായാലും ജസ്റ്റ് കീപ് ഗോയിങ് സ്നേഹ. ഇതേപോലെ ദൈവം ഫുൾ എനർജി തരട്ടെ. അതിനുള്ള ഒരു എന്താ പറയുക, എല്ലാ സിറ്റുവേഷൻസ് എല്ലാം ഇതേപോലെ ഫേവറബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ആശംസിക്കുന്നു. താങ്ക് യു സ്നേഹ, ഇങ്ങനൊരു ഇന്റർവ്യൂ വന്നതിലും ഇങ്ങനൊരു സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിലും ഇത്രയും എന്താ വളരെ നാച്ചുറൽ ആയിട്ട് ഇതെല്ലാം സംസാരിച്ചു വിട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.